ടിപ്പിക്കൽ ട്രാവൽ ഡയറിയുടെ പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് അശ്വിൻ. നമ്മളിന്ന് പോകാൻ പോകുന്നത് അറ്റ്ലാന്റിസിലേക്കാണ്. അതും ഫ്രീ ആയിട്ട് ടിക്കറ്റ് ഇട്ട് എങ്ങനെ ഇരിക്കും? ഏകദേശം 7,000 to 8,000 രൂപയുണ്ട് ഒരു ടിക്കറ്റിന്. അപ്പോൾ അത് ഫ്രീ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പോരാത്തതിന് കൂടെ ആരെയും കൊണ്ടുപോയാൽ അവർക്ക് 20% ഡിസ്കൗണ്ടും കിട്ടും. എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് കമ്പനിയിൽ ചെറിയൊരു സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഗിഫ്റ്റും കിട്ടി. പിന്നെ ഞാൻ വേഗം പോയി അറ്റ്ലാന്റിസിൻ്റെ സൈറ്റിൽ എൻ്റെ പേരും ഡീറ്റെയിൽസും അങ്ങ് രജിസ്റ്റർ ചെയ്തു. ഒരു 10 മിനിറ്റ് കൊണ്ട് എനിക്കൊരു മെയിലും വന്നു. നമ്മുടെ ബർത്ത്ഡേൻ്റെ 6 ദിവസം മുന്നോ അല്ലെങ്കിൽ 6 ദിവസം കഴിഞ്ഞിട്ടോ നമുക്ക് അറ്റ്ലാന്റിസിലേക്ക് ഒരു ദിവസം ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാം. നമ്മൾക്ക് കൂടെ കൊണ്ടുവന്നാൾക്ക് 20% ഡിസ്കൗണ്ടും കിട്ടും. അങ്ങനെ ഞാനും ശ്രീകുട്ടിയും രാവിലെ തന്നെ എണീച്ച് ദുബായിലേക്ക് പോകാൻ സെറ്റായി. ഏകദേശം 2-2.5 മണിക്കൂറുണ്ട് ദുബായിലേക്ക്. ഈ പോകുന്ന പോക്കിന് എനിക്ക് നല്ലൊരു 8ൻ്റെ പണി കിട്ടിയിരുന്നു. ഞാൻ ബാക്കി പറഞ്ഞുതരാം. എന്തായാലും പോകുന്ന ആൾക്കാർ നല്ലപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അങ്ങനെ ഞങ്ങൾ മാക്സ് മെട്രോ സ്റ്റേഷനിലാണ് ആദ്യം പോയി ഇറങ്ങിയത്. അൽഗുബേബയിലേക്കൊന്നും പോയി ഇറങ്ങേണ്ട കാര്യമില്ല. മാക്സ് മെട്രോ സ്റ്റേഷനാണ് ഏറ്റവും നല്ലത്. അവിടെ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഫസ്റ്റ് കിട്ടിയ മെട്രോ കയറി നേരെ പോയി ഇറങ്ങിയത് ശോഭ റിയാലിറ്റിയിലേക്കാണ്. രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു മെട്രോന്. എല്ലാവരും ഡ്യൂട്ടീൻ്റെ സമയമായതുകൊണ്ടായിരിക്കാം. ഈ ശോഭ റിയാലിറ്റിയിലേക്ക് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഏകദേശം 30-35 മിനിറ്റ് നമ്മൾ എന്തായാലും കണക്കാക്കണം. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സീറ്റൊക്കെ കിട്ടി. നേരെ പോയി ശോഭ റിയാലിറ്റിയിലേക്ക് ഇറങ്ങി. ഈ യാത്രയിൽ നമ്മൾ ട്രാമ്പും മോണോറെയിലും എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ശോഭ റിയാലിറ്റി മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ നേരെ എക്സിറ്റിലേക്ക് പോയി. ഇവിടുന്ന് ഏകദേശം കുറച്ച് നടക്കാനുണ്ട്. ഈ ട്രാമ്പാണ് അടുത്ത നമ്മളെ ലക്ഷ്യം. ഇവിടുന്ന് നേരെ പോയി നമ്മൾ ഷെയ്ഖ് സായിദിൻ്റെ റോഡിൻ്റെ ഭംഗിയൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് നടന്നു. അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രാമ്പിലേക്കുള്ള ഒരു ലിഫ്റ്റ് ഉണ്ടായിരുന്നു. ആ ലിഫ്റ്റിൽ കയറി നേരെ താഴേക്ക് ഇറങ്ങി. തൊട്ടടുത്ത് തന്നെയാണ് ട്രാമ്പ്. അധികം കൺഫ്യൂഷനൊന്നുമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ട്രാമ്പിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ചെക്ക് ഔട്ട് ചെയ്യാനും മറക്കരുത്. ഇത് രണ്ടും ചെയ്തിരിക്കില്ല നല്ല 8ൻ്റെ പണി കിട്ടും. കാരണം നല്ല ഫൈനാണ്. കുറച്ച് നേരം കാത്തു നേരം തന്നെ നമ്മുടെ ട്രാമ്പ് വന്നു. അങ്ങനെ ട്രാമ്പ് കയറി. എൻ്റെ മോനെ ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ലിറ്ററലി റോഡിൻ്റെ മുകളിൽ കൂട്ടിയാണ് പോകുന്നത്, അതും ട്രെയിന് പോലെ. ചുറ്റുമുള്ള ദുബായ് കാഴ്ചകളൊക്കെ കണ്ട് ആ ട്രാമ്പിൽ അങ്ങനെ പോകാൻ നല്ലൊരു രസമാണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ അധികം ദൂരമൊന്നുമില്ല ഈ ട്രാമ്പിൽ. ഏകദേശം 5 ദിറംസിൻ്റെ ഓട്ടം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വേഗം ട്രാമ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്തു പാം ജുമേറ എന്ന് പറയുന്ന സ്റ്റേഷനിൽ. അറ്റ്ലാന്റിസിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ പുറത്തുനിന്നുള്ള ഫുഡൊന്നും കൊണ്ടുപോകാനാവില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റൊക്കെ പുറത്തുള്ള വെൻഡിങ് മെഷീനിൽ എടുത്തു. കൂടാണ്ട് അവിടെ നിന്ന് റൈഡ് കയറണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ പോളിസ്റ്ററിൻ്റെ ഡ്രസ്സ് തന്നെ വേണം നിർബന്ധമെന്ന് പറയുന്നുണ്ട്. നമ്മളെ കയ്യിൽ 2-3 ഉണ്ട്. പക്ഷേങ്കിൽ അത് കറക്റ്റാണോ എന്ന് അറിയാത്തതുകൊണ്ട് ഈ പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും നമ്മൾ ഡ്രസ്സ് വാങ്ങാമെന്ന് വിചാരിച്ചു. പോരാത്തതിന് എനിക്ക് ഈ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോണിൻ്റെ കവറും വാങ്ങാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഒരൊറ്റ പീടിയ കാണാൻ പറ്റിയില്ല. വലിയ ദുബായിയാണ്, പക്ഷേങ്കിൽ ഒരൊറ്റ പീടിയല്ലേ. അങ്ങനെ ട്രാമ്പിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി ഇടത്ത് സൈഡിലുള്ള ഒരു ലിഫ്റ്റ് കയറി നേരെ മുകളിലേക്ക് വന്നു. വളരെ സിമ്പിളാണ്, അധികം കൺഫ്യൂസിങ് ഒന്നുമില്ല. എല്ലായിടയ്ക്കും നമുക്ക് ഗൈഡൻസ് ആയിട്ട് ഓരോ സ്ഥലത്തും ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ലിഫ്റ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് നേരെ നടന്നു. ഇവിടുന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് നടക്കാനുണ്ട്. അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ 10:30ക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. എല്ലാ ടൈമും നമ്മൾ നോക്കിയിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ തന്നെ പോകണം. ഇവിടെ താഴെ കണ്ടില്ലേ നല്ല നീല കളറിൽ മോണോറെയിലിൻ്റെ പിക്ചർ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മളത് ഫോളോ ചെയ്ത് മാത്രം അങ്ങ് പോയാൽ മതി. കൂടുതൽ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഉള്ളിലെത്തി. നമ്മൾ ടിക്കറ്റ് ഇവിടെ നിന്ന് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നമ്മളെ നോട്ട് കാർഡും വർക്കാവും. പക്ഷേങ്കിൽ 30 ദിറംസിന് ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ടിക്കറ്റ് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ പോരാത്തതിന് ഈ അറ്റ്ലാന്റിസിലേക്ക് വരുന്ന ഈ മോണോറെയിൽ വരാൻ കുറച്ച് ടൈം എടുക്കും. ഞാൻ ഏകദേശം ഒരു 20 മിനിറ്റ് കാത്തു നിന്നു. എന്നിട്ടാണ് ഈ വണ്ടി വന്നത്. വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും മുന്നിൽ കയറേണ്ട തിരക്കായിരുന്നു. ഞാനും ഓടി. എനിക്ക് മാത്രം ചെറിയൊരു സീറ്റ് കിട്ടി. ശ്രീകുട്ടി വേഗം തന്നെ ആയിപ്പോയി. അങ്ങനെ ഞങ്ങൾ മോണോറെയിലിൽ യാത്ര തുടങ്ങും. അതും നമ്മുടെ ഈ റോളർ കോസ്റ്ററിലും പോകുന്ന പോലെയായിരുന്നു. നല്ല രസമായിരുന്നു. അധികം സ്പീഡൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് പോയിട്ടുണ്ടായിരുന്നു. മുന്നിൽ തന്നെ ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ യാത്രയെ. ഇതുപോലെ കാഴ്ച കാണണമെന്നുണ്ടെങ്കിൽ ഡോറ് തുറന്ന ഉടനെ പാഞ്ഞ് മുന്നിലേക്ക് വരണം. നമ്മളെപ്പോലെ തന്നെ എല്ലാവരും പാഞ്ഞ് മുന്നിലേക്ക് വരും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു ടാലൻറ്റഡായിട്ട് മുന്നോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കാഴ്ചകളൊക്കെ കാണാം. ഈ കാണുന്ന ഹോട്ടൽ ഒരു 1.5 ഹോട്ടലാണ്. ഭയങ്കര ലക്ഷറി ഹോട്ടലാണെന്ന് പറഞ്ഞു കേട്ടെ. പിന്നെ പോരാത്തന്നെ ഈ ഹോട്ടലിലുള്ള ആൾക്കാർക്ക് ഈ അറ്റ്ലാന്റിസിലേക്ക് ഫ്രീ എൻട്രൻസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ട്. എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. നമ്മളിപ്പോൾ പോകുന്നത് ഈ കടലിൻ്റെ മുകളിൽ കൂട്ടിയാണ്.
നല്ല രസമാണ് ഈ മോണോ റെയിൽ എന്ന് പറയുന്ന സംഭവം. അടിപൊളി സംഭവമാണ്. എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് അല്ലെങ്കിൽ മസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെ പറയാം. നമുക്ക് ഈ ഹോട്ട് എയർ ബലൂണൊക്കെ പോകുന്ന വഴിക്ക് കാണാം. ഏറ്റവും അവസാനത്തെ സ്റ്റോപ്പായതുകൊണ്ട് തന്നെ ഇറങ്ങാൻ വലിയ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. പിന്നെ പോരാത്തതിന് ഈ ട്രെയിനിലുള്ള ഭൂരിഭാഗം ആൾക്കാരും ഇവിടെ തന്നെ ഇറങ്ങുകയും ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ ടിക്കറ്റ് അവിടെ സ്കാൻ ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക. ഇവിടെ കാരിയർ മുതൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് ഫോറിനേഴ്സിനാണ്. പിന്നെ കുറച്ച് ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു. മലയാളികൾ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. ഈ കാണുന്നത് ഞാൻ മാപ്പാന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. ഇവിടുത്തെ ഒരു റെഡ് ബസ്സിൻ്റെ ടൂർ ട്രിപ്പാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഞാൻ വിചാരിച്ച് ഇത് മാപ്പായിരിക്കുന്നു. അങ്ങനെ ഇതിൻ്റെ അകത്ത് പിന്നെ പോരാത്തതിന് ഷട്ടിൽ സർവീസും ഉണ്ട്. കാറെടുത്ത് വരുന്ന ആൾക്കാർക്ക് ബസ് വഴി ഇവിടെ എത്തിച്ചേരും. അപ്പോൾ അതൊക്കെ ഫ്രീ ആയിട്ട് തന്നെ ഇവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ മറ്റേ ഈ അക്വേറിയം കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മൾ കയറുന്ന ഭാഗത്ത് തന്നെയാണ്. നമുക്ക് അതിനുള്ള ആക്സസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ഉള്ളിൽ കയറി ടിക്കറ്റിന് വേണ്ടി ക്യൂ നിന്നു. ടിക്കറ്റിന് വേണ്ടി ക്യൂ നിന്നപ്പോൾ അവർ പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല. മെയിൽ ചോദിച്ചു, മെയിൽ കാണിച്ചു കൊടുത്തു. അപ്പോൾ കൂടെ വന്ന ആളും കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിനുള്ള ടിക്കറ്റും കൂടി തന്നു. പിന്നെ നമ്മുടെ ബാഗൊക്കെ അവിടെ പരിശോധിക്കും. നമ്മൾ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് കൊണ്ടുവരുന്നുണ്ടോ അല്ലെങ്കിൽ വെപ്പൺസ് അങ്ങനത്തെ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ എന്നെല്ലാം നോക്കും. പിന്നെ നമ്മൾ ചെറിയൊരു സ്നാക്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിനൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. അവർ കണ്ടിനി, പക്ഷേ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പോകുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ കുറച്ച് സ്നാക്സൊക്കെ എടുക്കാം. വേൾഡിലെ തന്നെ ഏറ്റവും വലിയ വാട്ടർ പാർക്ക് എന്ന് പറയുന്നത് ഈ അറ്റ്ലാന്റിസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരാമെന്നും കൂടെ തീരുമാനിച്ചത്. പക്ഷേ സത്യം പറയാല അതിന് മാത്രമുള്ള ഹൈപ്പൊന്നും ഇതിനില്ല. പിന്നെ അത്യാവശ്യം റൈഡ്സ് ഉണ്ട്. പിന്നെ അഡ്രിനാൽ റഷ് തരുന്ന നല്ല മാരക സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ കുറേ സംഭവമൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഞാൻ ഓവർ ഹൈപ്പ് വെച്ചുകൊണ്ടായിരിക്കണം എനിക്ക് പ്രത്യേകിച്ചൊന്നും വലുതായിട്ടൊന്നും തോന്നിയില്ല. കൂടാതെ നമുക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് ഈ സോക്സൊക്കെ കിട്ടും കേട്ടോ. നിർബന്ധമായാലും അത് വേണം. അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെങ്കിലും നിർബന്ധമായാലും വേണം. കാരണം ഇതിലൂടെ നടക്കണം എന്നുണ്ടെങ്കിൽ കാല് പൊള്ളി പഞ്ചറാകും. ഒന്നാമത് ഈ സമ്മർ ടൈമിൽ വന്നു കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഈ ലോക്കർ റൂം, ഡ്രസ്സിങ് റൂം അല്ലെങ്കിൽ ഷവർ ചെയ്യാൻ പറ്റുന്ന റൂം ഇതൊക്കെയുള്ള ഒരു സ്ഥലത്തേക്കാണ്. നമ്മൾ ലോക്കറൊന്നും എടുത്തിട്ടില്ല. ലോക്കറിന് ഏകദേശം സ്മോളിന് 60, 80, 100 അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് ലോക്കറൊന്നും എടുക്കാൻ നിന്നിട്ടില്ല. നമ്മളെന്ത് ചെയ്തു, അവിടെ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടുത്തെ ലോക്കർ റൂമാണിത്. ഇവിടെ ഓരോരുത്തരും പൈസ കൊടുക്കുന്നതനുസരിച്ച് അവർക്ക് ഓരോ സൈസിലുള്ള ലോക്കർ കിട്ടും. നമ്മളെ കയ്യിൽ കിട്ടുന്ന വാച്ചിൻ്റെ വെച്ചിട്ടാണ് ഇത് ആക്സസ് ചെയ്യേണ്ടത്. ഞങ്ങൾ വെറുതെ ഇതിനൊന്നും പൈസ മുടക്കാൻ നിന്നിട്ടില്ല. നിങ്ങൾ പോകുന്നുണ്ടെങ്കിലും ഈ ലോക്കർ റൂമിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ സൺക്രീം വളരെ നിർബന്ധം കേട്ടോ. സൺക്രീം ഇല്ലെങ്കിൽ നിങ്ങൾ ഏകദേശം ടാൻ അടിച്ചിട്ട് ഒരവസ്ഥയാവും. ഞങ്ങൾ കുറച്ച് പുരട്ടിയിട്ട് പോലും നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ട്. ഈ സ്ഥലത്ത് പോയിട്ട് നിങ്ങളെ ബാഗ് വെച്ചാൽ മതി. ഇവിടെ നല്ല സേഫായിട്ട് നിങ്ങളെ ബാഗ് വെക്കാനാവും. കാരണം ഇത് കുട്ടികളുടെ ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഫാമിലിയുള്ള ആൾക്കാരും ഈ ബാഗ് എടുത്തിട്ടാണ് ഇവിടത്തേക്ക് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ബാഗും ഇവിടെ സേഫായിരിക്കും എനിക്ക് തോന്നിയത്. ഞങ്ങളെ ബാഗ് ഇവിടെയാണ് ഞങ്ങൾ വെച്ചത്. ഈ ബാഗിൻ്റെ അകത്ത് തന്നെ എൻ്റെ പേഴ്സ്, എംബ്രൈസ് ID, പിന്നെ ശ്രീകുട്ടീൻ്റെ ഫോണ് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ ഫസ്റ്റ് കയറുന്നത് ഈ അക്വേറിയത്തിൻ്റെ മുകളിലുള്ള റൈഡിലാണ്. ഒരു 1.5 റൈഡാണ്. ശ്രീകുട്ടി ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് കയറിയ ഉടനെ നേരെ വെള്ളത്തിലേക്ക് വീണ് ഏകദേശം മുങ്ങിച്ചാകേണ്ട അവസ്ഥയിലൊക്കെ ആയിപ്പോയി. അങ്ങനെ അവിടുന്ന് ഗൈഡൊക്കെ വന്ന് രക്ഷിക്കുകയൊക്കെ ചെയ്തത്. ഒരു 1.5 സംഭവമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേയൊക്കെ റൈഡ് ചെയ്തു. ഒന്നിൻ്റെയും വീഡിയോ എടുക്കാനായിട്ടില്ല. കാരണം വെച്ചാൽ എൻ്റെ കയ്യിൽ വാട്ടർ പ്രൂഫിൻ്റെ കവർ ഉണ്ടായിരുന്നില്ല. ഞാൻ പുറത്ത് അന്വേഷിച്ചപ്പോൾ ഏകദേശം 175 ആണ് ഇവിടെ പറഞ്ഞത്. ഈ റൈഡാണ് ഞങ്ങൾ ഫസ്റ്റ് ചെയ്തത്. ഈ റൈഡ് എന്ന് പറയുന്നത് ഈ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ കൂട്ടൊരു പോക്കാണ്. നമുക്ക് ഈ സ്രാവിനെയും തെരണ്ടിനെയും അതൊക്കെ കണ്ടിട്ട് ഉള്ളിൽ കൂട്ടങ്ങ് പോവാം. പിന്നെ നല്ലൊരു DJ മ്യൂസിക്കൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. ഇത് ലേസി പൂൾ എന്നാണ് പറയുന്നത്. നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ പോവാം. നല്ല വെയിലായതുകൊണ്ട് നല്ല സുഖമാണ് ഇങ്ങനെ പോകാനേ. പിന്നെ ഇതേപോലെ ചെറിയ ചെറിയ സ്ഥലങ്ങളും ഉണ്ട്. നമുക്ക് ചെറിയതായിട്ട് പൈസ ഒക്കെ കൊടുത്തിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അത് അഡീഷണൽ പൈസ കൊടുക്കണം കേട്ടോ. പിന്നെ ഇതേപോലത്തെ എല്ലാ റൈഡ്സും നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം. പ്രത്യേകിച്ച് പൈസയൊന്നും വേണ്ട. ഇവിടെ ഏകദേശം 3 ടവറാണ് വരുന്നത്. നമ്മൾ വിചാരിക്കും ഇവിടുത്തെ റൈഡൊന്നും നമുക്ക് ചെയ്തു തീർക്കാനാവില്ലെന്ന്. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് രാവിലെ കയറിയിട്ട് വൈകുന്നേരം വരെ ആകുമ്പോഴേക്കും ഏകദേശം ഒരു 80 to 85% റൈഡ് മൊത്തം ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില റൈഡ് ഞങ്ങൾ തന്നെ സ്കിപ്പ് ചെയ്തതാണ്. പിന്നെ ചില റൈഡ് കുട്ടികൾക്കുള്ളതും ചെറിയ റൈഡും ആയതുകൊണ്ട് ഞങ്ങൾ അധികം ചെയ്യാൻ നിന്നിട്ടില്ല. നമ്മുടെ സമയം സേവ് ചെയ്യാനും പിന്നെ ഈ സമ്മറിൽ പോകുന്ന ആൾക്കാർക്ക് നടക്കാണ്ട് പെട്ടെന്ന് എത്താനും ഏറ്റവും നല്ലൊരു സർവീസാണ് ഈ ബഗ്ഗി സർവീസ്. അത് ഫ്രീ ആണ്. സംഭവം നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം.
ഇതാണ് ഇവിടുത്തെ ഏറ്റവും ലാസ്റ്റത്തെ ടവർ. ഇവിടെ ഒരുപാട് റൈഡുണ്ട്. ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഈ വയലറ്റിൽ പോകുന്നൊരു റൈഡുണ്ട്. ഒരു ഒന്നൊന്നര സാധനം, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഡോൾഫിൻ ഏരിയ. ഇവിടെ ഏതോ ഒരു ടൈമിൽ ഇതിൻ്റെ ഷോവും പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് പുറത്തുനിന്ന് കുറച്ച് ഡോൾഫിനെയൊക്കെ കാണാൻ പറ്റി. അപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയായിട്ടൊന്നും അന്നേരം കണ്ടില്ല. പിന്നെ ഞങ്ങൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത റൈഡുകൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഒരു റൈഡിലും നിങ്ങളെ കയ്യിൽ വാട്ടർ പ്രൂഫിൻ്റെ കവറില്ലെങ്കിൽ ഫോണ് കയറ്റൂല. ഞാൻ ആരും കാണാണ്ട് ഫോണ് അവർ കാണാണ്ട് ഉള്ളിലേക്ക് കയറ്റിയതാണ്. നല്ലൊരു പണി കിട്ടി. ഫോണിൽ മൊത്തം വെള്ളം കയറി, ഡിസ്പ്ലേ പോയി, ക്യാമറ സെൻസർ പോയി, എല്ലാം അങ്ങ് പോയിട്ടുണ്ട്. ഈ വീഡിയോയും കൂടി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഫോൺ ഏറെക്കുറെ ഡെഡായി. അതിനുശേഷം ഞാനൊരു ഷോപ്പിൽ കൊണ്ടുപോയി മൊത്തത്തിൽ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പോകുന്ന ആൾക്കാർ ഒന്നിക്കൽ ഫോൺ അവിടെ വെച്ചിട്ട് പോവുക, അല്ലെങ്കിൽ വാട്ടർ പ്രൂഫിൻ്റെ കവർ നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഒരു ഒന്നൊന്നര ബർത്ത്ഡേ ആയിരുന്നു. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.